നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. സംസ്ഥാനം നേരിടുന്നത് ചരിത്രത്തിലില്ലാത്ത ധനപ്രതിസന്ധിയെന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം. ജീവനക്കാർക്ക് ലക്ഷം കോടിയുടെ കുടിശ്ശികയെന്ന് സതീശൻ. കേന്ദ്രം വരിഞ്ഞു മുറുക്കിയിട്ടും കേരളത്തിലെല്ലാവരും സുഭിക്ഷമായി ഓണമുണ്ടെന്ന് ധനമന്ത്രിയുടെ മറുപടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. വളഞ്ഞ വഴിയിലൂടെ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാണ് നീക്കമെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് നിയമസഭ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വസ്തുക്കൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. പരിശോധനയ്ക്കായി വിരമിച്ച ജില്ലാ ജഡ്ജിയെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചു. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് ഹൈക്കോടതി നടപടി. ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം പരാതിക്കാരന്റെ വീട്ടിൽ കണ്ടെത്തിയതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി VN വാസവൻ. സ്പോൺസർ ഉണ്ണികൃഷ്ണനെ വിശ്വസിക്കാനാവില്ല. ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന TVKയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിച്ചേക്കും. വിജയ്ക്ക് കരൂരിലേക്ക് പോകാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയെ വെടിവെക്കുമെന്ന BJP നേതാവ് പ്രിഞ്ചു മഹാദേവിന്റെ പരാമർശത്തിൽ തൃശൂർ പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസ് നേതാവ് CC ശ്രീകുമാർ നൽകിയ പരാതിയിലാണ് നടപടി. ചാനൽ ചർച്ചയ്ക്കിടെയാണ് പ്രിഞ്ചുവിന്റെ വിവാദ പരാമർശമുണ്ടായത്. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. PJ കുര്യൻ സുകുമാരൻ നായരെ കണ്ടു. കുര്യന്റെ നീക്കം ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിലെത്തിയതിന് പിന്നാലെ. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. തിരൂർ കേന്ദ്രീകരിച്ച മറ്റൊരു ജില്ല രൂപീകരിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാവും MLAയുമായ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. വികസനം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കോഴിക്കോട് മേപ്പിയൂരിൽ കോൺഗ്രസ് പ്രവർത്തകനെ ഓഫീസ് കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പിയൂർ നെടുമ്പൊയിൽ സ്വദേശി രാജനാണ് മരിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ രാജനെ അലട്ടിയിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം കോവളത്തെ പാചക തൊഴിലാളി രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് അയൽവാസി രാജീവെന്ന പോലീസ്. സ്വന്തം അമ്മയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന രാജീവിന്റെ സംശയമാണ് കൊലപാതക കാരണം. പ്രതി കുറ്റം സമ്മതിച്ചതായി കോവളം പോലീസ് പറഞ്ഞു. തൃശൂരിലെ SFI നേതാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ 3 KSU നേതാക്കൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. ഗണേഷ് ആറ്റൂർ, അൽ അമീൻ, KK അസ്ലം എന്നിവർക്കാണ് ജാമ്യം. ഇവരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ചത് വിവാദമായിരുന്നു. ഗസ വംശഹത്യ അവസാനിപ്പിക്കാൻ ട്രംപ് നെതന്യാഹു നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ. 21 പദ്ധതിക്ക് ഹമാസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മികച്ച പ്രതികരണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഖത്തറിലെ ആക്രമണത്തോടെ വെടിനിർത്തൽ ചർച്ച നിർത്തിവെച്ചുവെന്ന് ഹമാസ് അറിയിച്ചു. വനിതാ ഏകദിന ലോകകപ്പിന് നാളെ തുടക്കം. മത്സരത്തിൽ ഇന്ത്യ ആതിഥേയർ. ആദ്യ മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. 8 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്.